ദ ടങ്, നാവ്, പാർട്ട് 2. നാവിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാവിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. കർത്താവ് നമ്മുടെ നാവിനെ ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നു, നാവ് ശുദ്ധമായേ ഒക്കത്തുള്ളൂ. നാവ് ദൈവത്തിൻ്റെ നാവ് പോലെ ആകാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അപ്പം നമ്മുടെ നാവ് ശുദ്ധീകരിച്ചെങ്കിലേ സൃഷ്ടിപ്പ് നടക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ ഭൂമിയിൽ നിറവേറ്റേണ്ട വ്യക്തികൾ നമ്മളാണ്. നമ്മൾ സിമ്പിൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കന്യാമറിയം 13-14 വയസ്സുള്ള പെൺകുട്ടിയാണ്. കന്യാമറിയത്തിൻ്റെ മുറിക്കകത്ത് ഗബ്രിയേൽ മാലാഖ വന്നിട്ട്, കൃപ ലഭിച്ചവളെ നിനക്ക് സമാധാനം, ദൈവത്തിന് നിന്നോട് പ്രീതി ഉണ്ടായിരിക്കുന്നു, നിൻ്റെ ഉദരഫലം ദൈവത്തിനുള്ളത്, അവന് ക്രിസ്തു എന്നല്ല യേശു എന്ന് പേരിടണമെന്ന് പറയുന്നു. അപ്പോൾ കന്യാമറിയത്തിന് സംശയം എന്നിട്ട് ചോദിക്കുന്നത്, എങ്ങനെ സാധിക്കും, എനിക്ക് പുരുഷനെ അറിയത്തില്ലല്ലോ എന്ന്. അവൻ ഗബ്രിയേൽ മാലാഖ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നതായി ഗബ്രിയേൽ മാലാഖ പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ദൂതനാണ്. ഗബ്രിയേൽ മീൻസ് സ്ട്രെങ്ത്, ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ കൂടെ മുൻപിൽ നിൽക്കുന്ന ദൂതനാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. ഉടനെ തന്നെ മാതാവ് തിരിച്ചു പറയുന്നു, ഇതാ നിൻ്റെ ദാസി, നിൻ്റെ ഹിതം പോലെ നടക്കട്ടെ എന്ന്. ദിസ് ഈസ് കോഓപ്പറേറ്റിംഗ് വിത്ത് ഗോഡ് ഇൻ ദ ക്രിയേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓൺ എർത്ത്. അതായത് ഭൂമിയിൽ യേശു കടന്നു വരാനായിട്ട് കന്യാമറിയാം യെസ് എന്ന് പറയുമ്പോൾ, നാവ് കൊണ്ട് പറഞ്ഞപ്പോൾ കാര്യം നടന്നു എന്നും അത് കഴിഞ്ഞ ഉടനെ ഗബ്രിയേൽ തിരിച്ചു പോയെന്നും വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്തുവാ? കാര്യം നിറവേറ്റിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്? ഹിയർ ഐ ആം, അതെ, ഇതാ നിൻ്റെ ദാസി, നിൻ്റെ ഹിതം പോലെ നടക്കട്ടെ. അപ്പോൾ ഒരു സൃഷ്ടിപ്പ് നടക്കുകയാണ് അവിടെ. ഒരു സൃഷ്ടിപ്പ് ദൈവത്തിൻ്റേത് ഉദരത്തിൽ നടക്കുന്നു എങ്കിൽ അത് നടന്ന നിമിഷം ആ കറക്റ്റ് ടൈമിലാണ്. സ്വർഗം കണ്ടു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഉടനെ ശിശു പുറത്ത് വന്നില്ല. 9 മാസം കഴിഞ്ഞപ്പോൾ ശിശു പുറത്ത് വന്നു. ദൈവപുത്രൻ ഭൂമിയിൽ ജനിക്കുകയാണ്. ഒരു സൃഷ്ടിപ്പിന് കോഓപ്പറേറ്റ് ചെയ്ത് നമ്മൾ നിന്ന ഒരു വലിയ എക്സാമ്പിളാണ് കന്യാമറിയം. ഇതുപോലെ നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ മക്കളിൽ സൃഷ്ടിപ്പ് നടത്താൻ വേണ്ടി നമുക്ക് കൃപയുണ്ട്, കഴിവുണ്ട്. അതാണ് ദൈവം പറയുന്നത്. സദൃശവാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, 18-21 പറഞ്ഞത്, നന്മയും അനുഗ്രഹവും ശാപവും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിൻ്റെ വായിലാണ് ജീവനും മരണവും വെച്ചിരിക്കുന്നത്, അതിൻ്റെ അധികാരം നാവിന്മേലുണ്ട്. അപ്പോൾ എന്താണ് സൃഷ്ടിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെത്താണ്. എൻ്റെ വീടിന് ചുറ്റും എത്ര ചെടികൾ ഏത് കളറുള്ളത് ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കുന്ന ഞാനാണെങ്കിൽ ഞാൻ അത് പോയി പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ട് നടുക ചെയ്യുന്നത്. ഒരു സൃഷ്ടിപ്പിനെ കോഓപ്പറേറ്റ് ചെയ്യുന്നത് പോലെയാണ് ആത്മീക ഗോളത്തിൽ ദൈവം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ദൈവമക്കൾ വിളിച്ചു പറയുമ്പോൾ അത് സംഭവിക്കും. അത് പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ കൊണ്ട് വരുന്നതിന് മുൻപേ കാര്യങ്ങൾ വിളിച്ചു പറയിപ്പിക്കും. എന്തിന്? യേശുക്രിസ്തു ഭൂമിയിൽ ഉണ്ടായിരുന്നതിന് മുൻപേയും എത്രയോ പ്രോപ്പസീസ് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഭൂമിയിൽ യേശുക്രിസ്തു കടന്നു വന്നത്. അപ്പോൾ ഇത് പറയുന്നതിൻ്റെ വിശക്തിയുണ്ട്. പറയുന്നതിന്, അതായത് എൻ്റെ ഭവനം, അത് ജോഷുവ പറഞ്ഞ പോലെ, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അത് മേലെഴുത്താണ്. അത് എഴുതി വെച്ചത് എഴുതിയതാണ്. ഞാൻ എഴുതിയെന്ന് പറയാനുള്ള ശക്തി നമുക്കുണ്ടാണ്. പീലാത്തോസ് പറഞ്ഞില്ലേ, യേശുക്രിസ്തു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയത് എന്ന് പറഞ്ഞതുപോലെ കുറേ പേര് വന്നു വെച്ചുകൊണ്ട് അത് മാറ്റി എഴുതുന്നുണ്ട്. പീലാത്തോസ് പറഞ്ഞു, ഞാൻ എഴുതിയത്. അത്രയെങ്കിലും പറയാൻ അദ്ദേഹത്തിന് വിവേകം ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത്, നമ്മൾ ഓരോരുത്തരും നാവ് കൊണ്ട് എന്തെല്ലാം എഴുതുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ എഴുതുന്നുണ്ട്, ഭർത്താവിൻ്റെ ഹൃദയത്തിൽ, കുടുംബത്തിൽ, ചുറ്റുപാടുള്ളവർക്ക് അധികമായ കൃപയുള്ള ശക്തിയുള്ള നാവിനെ ശരിയായിട്ട് ഉപയോഗിച്ചില്ല എങ്കിൽ നന്മയ്ക്ക് പകരം തിന്മയാണ്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ, വിശ്വാസികളെക്കുറിച്ച് തന്നെ പറയാം, 90% നാവ് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയത്തില്ല. അത് വളരെ സങ്കടമാണ്. ഞാൻ യാക്കോബിൻ്റെ 3 കയറുന്നത്. നാവിനെക്കുറിച്ച് ഒരു അധ്യായം മുഴുവനും യാക്കോബ് എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, കർത്താവെ, അധികം ശിക്ഷാവിധി വരുമെന്ന് നിങ്ങൾ അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. ഉപദേശം കൊടുക്കുന്നത് നാവ് കൊണ്ട് സൂക്ഷിച്ചു വേണം. ഏത് ഉപദേശമാണ് നീ കൊടുക്കുന്നത്, അതിലൊരു ടെസ്റ്റും കൂടെ ഉണ്ടെന്ന് ഓർത്തണം. ഏത് നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുത്തോ അതിൽ നിനക്കും കൂടെ ഒരു ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റ് ജയിക്കാതെ ഒരു കാര്യം നമുക്ക് പറഞ്ഞാൽ അതുകൊണ്ട് വലിയ പ്രയോജനമില്ല. ദൈവം നമ്മളെ അനുഭവിച്ച്
അറിഞ്ഞ് കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ നമുക്ക് പറയുന്നത് ചെന്ന് കൊള്ളുമ്പോൾ അത് ഫലമായി മാറുന്നത്. അപ്പോൾ ഈ യാക്കോബ് വായിക്കുന്നത് ഇങ്ങനെയാണ്: നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്ന് അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. വാക്കിൽ തെറ്റാതിരുന്നാൽ, ശ്രദ്ധിക്കണേ, വാക്കിൽ ശ്രദ്ധിക്കുകയാണ്. വാക്കിൽ തെറ്റരുത്. വാക്കൊരു വാക്ക് കൊടുക്കുന്നുവെങ്കിൽ 2 or 3 പ്രാവശ്യം ചിന്തിച്ചിട്ടേ പറയാവൂ. അതല്ല എനിക്ക് ചെയ്യാൻ വയ്യാത്ത കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല എന്ന് ധൈര്യമായിട്ട് പറയണം. ഞാൻ സൗദി അരാംകോയിലായിരുന്നപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ചില സമയങ്ങളിൽ വചനം പഠിക്കാനും വചനത്തിന് മീറ്റ് ചെയ്യാൻ ലീഡേഴ്സ് ഒന്നിച്ചു കൂടുമായിരുന്നു. അപ്പോഴൊക്കെ ഉച്ചയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്ന സമയം. അപ്പോൾ ആ സമയത്ത് ഒരു മീറ്റിംഗ് വെക്കുകയാണ്. എത്ര വേണം? ഞാൻ പറഞ്ഞു, ഞാൻ വരത്തില്ല ബിക്കോസ് ഐ ഹാവ് സം അതർ തിങ്സ് ടു ഡു അറ്റ് ഹോം. അപ്പോൾ അവർ എന്നോട് കുറച്ച് ആദ്യമൊക്കെ അവർക്ക് അതിശയം, പിന്നെ അവരതൊരു വലിയ അപ്രീസിയേഷനായിട്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്കൊക്കത്തില്ല എന്ന് ആദ്യമേ ധൈര്യമായിട്ട് അങ്ങ് പറയാമോ? പല പ്രശ്നങ്ങളും അവോയ്ഡ് ചെയ്യാം. എന്നാൽ മനുഷ്യരെ പേടിപ്പിച്ച്, കഴിഞ്ഞ ദിവസം ആരോ ഒരാൾ എൻ്റെ അടുക്കൽ നിന്ന് വർത്തമാനം അവർ പറയായിരുന്നു, എനിക്ക് ആരെങ്കിലും എന്തോ ചോദിച്ചാൽ നോ പറയാൻ അറിഞ്ഞുകൂടണം. അത് മണ്ടത്തരല്ലേ? നോ പറയേണ്ടിയെടുത്ത് ആദ്യമേ നോ പറയാമെങ്കിൽ എത്രയോ വിപത്തുകൾ നമുക്ക് മാറ്റി നിർത്താൻ വെക്കും. അതുകൊണ്ട് പറയുന്നത് സൂക്ഷിച്ചു പറയുക. നിൻ്റെ പല കാര്യങ്ങളിലും തെറ്റുപറ്റുന്നത് നിൻ്റെ നാവ് കൊണ്ടാണ്. വാക്കിൽ തെറ്റാതിരുന്നാൽ സൽഗുണപൂർത്തിയുള്ളവൻ. സദ്ഗുണപൂർത്തി മീൻസ് പെർഫെക്റ്റ് എന്നാണ്. അത് നമ്മൾ നാവ് ശരിയായാൽ യു ആർ എ പെർഫെക്റ്റ് പേഴ്സൺ. നാവ് ശരിയായി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരേ ഒരു വ്യക്തിയുള്ളത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു നാവ് കൊണ്ട് ക്രിയേഷൻ നടത്തിയത് എന്ത് കാര്യങ്ങൾ. പക്ഷേ യേശുക്രിസ്തു ചില സന്ദർഭങ്ങളിൽ ആ കുറുക്കനെന്ന് ഹെരോദാസിനെ വിളിക്കുന്ന നമുക്ക് കേൾക്കാം. അപ്പോൾ ചിലപ്പോൾ ദേഷ്യപ്പെട്ട് പറയുന്നതാണ്. യേശുക്രിസ്തു ഒരു കാര്യം ശപിച്ചു പോയെങ്കിൽ തീർന്നത് തന്നെയാണ്, എന്നാൽ ദുഷ്ടനെ ശപിച്ചു കഴിഞ്ഞിരിക്കുകയുമാണ്. ഓർക്കണം. അപ്പം നന്മയുള്ളവന് നന്മ അനുഭവിക്കാൻ തക്കവണ്ണം നമ്മുടെ നാവിനെ എടുത്ത് ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം. കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിൻ്റെ ശരീരം മുഴുവനും തിരിക്കുമല്ലോ. കുതിരയ്ക്ക് വെറും ഒരു കടിഞ്ഞാണ് കൊണ്ട് തിരിക്കാൻ നോക്കും നമുക്കെല്ലാവർക്കും അറിയാം. കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് അതിനെ ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. ഇത് ചുക്ക അല്ലെങ്കിൽ റഡർ ഉപയോഗിച്ചിട്ട് ഒരു ഷിപ്പിനെ പോലും നിയന്ത്രിക്കാൻ സാധിക്കും. നമ്മൾ ഇത്ര വലിയൊരു ഷിപ്പിനെ ഒരു ചുക്കാൻ കൊണ്ടാണ് തിരിക്കുന്നത് എങ്കിൽ നമ്മളാകുന്ന ഈ മനുഷ്യ ശരീരത്തിൽ ദൈവത്തിൻ്റെ പ്രതിച്ഛായയായിട്ട് സൃഷ്ടിച്ചിരിക്കുന്ന നമ്മളെ നിയന്ത്രിക്കുന്നത് നാവാണ്. ശരിയല്ലേ? എന്തുകൊണ്ടാണ് കോളേജ് യൂണിയനൊക്കെ വലിയ കത്തിക്കുത്തും കൊലയും മുൻപിൽ നിൽക്കുന്നവന് വിഡ്ഢിത്തം വിളിച്ച് പറയും, ബാക്കിയുള്ളവർ ഫോളോ ചെയ്യും. നാവ് ശരിയല്ല. നാവ് എന്നാൽ ഒരാളടിക്കുന്നിട്ട് ഇവിടെ സമാധാനം ഇതൊക്കത്തില്ലെന്ന് പറയാനുണ്ടെങ്കിൽ അത് നിൽക്കുകയും ചെയ്യും. പക്ഷെ അങ്ങനെ നിൽക്കാനിപ്പം പറയാൻ ധൈര്യമുള്ളവരില്ല. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവെങ്കിലും വളരെ വമ്പ് പറയുന്നുണ്ട്. വമ്പ് പറയുന്ന നാവ് ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. വളരെ വമ്പ് പറയുന്ന ഒരു നാവാണ് നമുക്കുള്ളത്. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്ന നാവും ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ നരക തുല്യമായ ശാപം ഉണ്ടാക്കാൻ ഈ നാവിന് സാധിക്കും. വളരെ ശ്രദ്ധയോടുകൂടി നാവ് ഉപയോഗിക്കണം. നാവ് ദൈവത്തിൻ്റെ ഒരു അവയം തന്നിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന് നമ്മളെ റോബോട്ട് പോലെ ഉണ്ടാക്കാമായിരുന്നല്ലോ. ഞാൻ പറയുമ്പം നാവ് തുറക്കണം, അല്ലാത്തപ്പം ഉണ്ടായിരിക്കും. ഞാൻ പറയുന്നത് അല്ല, ദൈവം ചോയ്സ് തന്നു. ഇതിൻ്റെ സ്വാതന്ത്ര്യ സ്വഭാവം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ആ സ്വഭാവത്തിൽ കൂടെ വേണം നമ്മൾ ദൈവത്തിൻ്റെ നാവിനെ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന നാവിനെ ഉപയോഗിക്കുവാൻ. ഇതൊരു തീ കൊളുത്തുന്ന സാധനമാണ്. നരകതുല്യമായ തീ കൊളുത്തു വന്നു. പിന്നെ പക്ഷി, മൃഗം, ഇഴജാതി, ജലജന്തു ഈ വകയെല്ലാം മനുഷ്യജാതിയോട് മരുങ്ങിയിരിക്കുന്നു. ഏതൊരു ഭൂമി സൃഷ്ടിച്ച ജന്തുക്കളും മൃഗങ്ങളും പക്ഷികളും നമ്മൾ പറഞ്ഞ അനുസരിക്കും. അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചു വെച്ചത്. അവയെ അനുസരിക്കാൻ തക്കവണ്ണമുള്ള ശക്തി നമുക്കുണ്ട്. അത് ടൈം ചെയ്യുന്ന മൃഗങ്ങളെ കണ്ടിട്ടില്ലേ? അവർ മനുഷ്യനെ ഉപദ്രവിക്കൂല. ഏദൻ തോട്ടത്തിൽ സിംഹവും കടുവയും മറ്റു മൃഗങ്ങളും എല്ലാം സന്തോഷമായിട്ട് ഒന്നിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ ആദ്യ സൃഷ്ടി അങ്ങനെയായിരുന്നു എങ്കിൽ മനുഷ്യനാണ് ഈ മൃഗങ്ങൾക്കെല്ലാം പേരിട്ടതെന്ന് ഉൽപ്പത്തിയിൽ എഴുതിയിരിക്കുന്നു. ആദമാണ് എല്ലാത്തിനും പേരിട്ടത് എങ്കിൽ ആദം പേർ ചൊല്ലി വിളിക്കുമ്പോൾ അവരടുത്ത് വരും. സിമ്പിൾ. നമ്മുടെ ഭവനത്തിലൊരു പട്ടിയുണ്ട്, അതിനൊരു പേരിടാമെങ്കിൽ എത്ര കൂട്ടത്തിൽ അത് ഓടിപ്പോയാലും ഇവിടെ തിരിച്ചു വന്ന് വിളിക്കുമ്പോൾ അത് ഓടി വരുന്നതാണ്. മൃഗത്തിനറിയാം. നമ്മളുടെ നാവ് കൊണ്ട് നിയന്ത്രിക്കാൻ അറിയാവുന്ന നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പഠിക്കേണ്ടിയിരിക്കുന്നു.
നാവിനെയോ മനുഷ്യർക്ക് ആർക്കും മരുക്കാവതല്ല. അത് അടങ്ങാത്ത ദോഷം മരണകരമായ വിഷം നിറഞ്ഞത് ഉണ്ട്. മരണകരമായ വിഷമാണ് അതുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയുന്നു, അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു, എന്നാൽ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലുണ്ടാക്കിയ മനുഷ്യനെ ശപിക്കുന്നെന്ന്. അവിടെ നിർത്താം. നമ്മൾ ശപിക്കുന്ന മക്കളാണോ? എത്ര ഉപദ്രവിക്കുന്നവരും അവരുടെ സാഹചര്യത്തിൽ നിന്ന് അവർക്ക് വയ്യാത്തൊരു സിറ്റുവേഷൻ എന്തെങ്കിലും ചെയ്തു പോയെങ്കിൽ ക്ഷമിക്കാനുള്ള ഹൃദയം നമുക്കുണ്ടായിട്ട് ഞാൻ അവനെ അനുഗ്രഹിച്ച് പറഞ്ഞു വിടുന്നു എന്ന് പറയാനൊന്ന് പഠിച്ചേ. എന്തിനാ അധികം എടുക്കുന്നത്? സ്വന്തം സഹോദരന്മാരോടും സ്വന്തം മക്കളോടും ഭർത്താവിനോടും നമ്മുടെ ഭാര്യമാരോടും നേരിട്ട് ശരിയായിട്ട് സംസാരിച്ച് അനുഗ്രഹമായിട്ട് സംസാരിച്ച് ഞാൻ എന്ത് കുറവുണ്ടെങ്കിലും ഞാനതങ്ങ് ക്ഷമിച്ചിരിക്കുന്നു, ഇനി മുതൽ ഒരു പുതിയ തുടക്കമെന്ന് പറയാൻ ദൈവം ഇന്ന് കൃപ തരട്ടെ, നാവിനെ ശുദ്ധമാക്കട്ടെ. നാവിനെക്കുറിച്ച് അടുത്ത ദിവസം ബാക്കിയും കൂടെ പറയാം. പ്രാർത്ഥിക്കാം നമുക്ക്. നാഥ, നിൻ്റെ സന്നിധിയിലേക്ക് നാവ് ശരിയായെങ്കിൽ സദ്ഗുണപൂർത്തിയുള്ള പലതിലും ഞങ്ങൾ തെറ്റിപ്പോകുന്നു. ഒന്നിലല്ല. ഈ നാവ് ആരെങ്കിലും ഒന്ന് വിളിക്കും, വരാമോ എന്ന് ചോദിക്കും, വരാമെന്ന് പറയും. പിന്നെ 100 കാര്യം പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ അതിന് പോകാൻ വേണ്ടി എന്തുമാത്രം ബന്ധപ്പെട്ടാണ് ഓരോരുത്തരടുത്ത് ചെല്ലുന്നത്. വേണ്ടാത്ത എന്നാൽ ആദ്യമേ അത് പ്രയാസമാണെന്ന് പറയാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അത് സാവകാശത്തിൽ പറയാനുള്ളതേ ഉള്ളായിരുന്നു. എക്കത്തിന് യേസ് പറഞ്ഞ് പഠിച്ചിട്ട് ഇപ്പം നോ പറയാൻ വയ്യാത്തൊരു ഗതികേട് ഞങ്ങൾക്കുണ്ട് കർത്താവേ. അതുകൊണ്ട് ഈ നാവിനെ ഒന്ന് നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുതിരയെ പോലും കടിഞ്ഞാണിട്ട് കർത്താവേ, ഒരു വലിയ കപ്പലിനെ അതിൻ്റെ റഡർ കൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കും. പക്ഷെ മനുഷ്യൻ്റെ നാവ് എത്രയോ പ്രശ്നത്തിൽ ഇടയാക്കുന്നു. ഞങ്ങളുടെ നാവിനെ ശുദ്ധീകരിക്കണമേ, നാവിലുള്ള മലിനത എടുത്തു കളയണമേ, കേൾക്കുന്നതിന് മുമ്പേ ഉത്തരം പറയുന്ന സ്വഭാവം എടുത്തു മാറ്റണമേ, കേൾക്കാൻ വേഗതയും പറയാൻ സാവകാശവും ഇട്ടു തരണമേ. അത് ഞങ്ങളുടെ നാവൊന്ന് ശരിയായാൽ പൂർണ്ണത നിറയുമെന്നും സദ്ഗുണപൂർത്തിയുള്ളവനാണ് നീ പഠിപ്പിച്ചല്ലേ കർത്താവ്. ഇത് ഞങ്ങൾക്ക് തന്നെയല്ല, ഞങ്ങളുടെ മക്കൾക്ക്, ഭാര്യമാർക്ക്, ഭർത്താക്കന്മാർക്ക്, ഞങ്ങളുടെ അധികാരികൾക്ക്, നമ്മൾ പോകുന്ന ഓരോ സ്ഥലങ്ങളിലും ഈ ഒരു കൃപ അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പക്ഷേ വചനം നീട്ടിയായിട്ട് നമ്മൾ വചനമൊക്കെ അങ്ങ് പറഞ്ഞേച്ച് ഇത് കഴിയുമ്പോൾ ഈ നാവ് കൊണ്ട് ശാപകരമായതൊന്നും പറയാൻ ഞങ്ങളെ അനുവദിക്കല്ലേ. മറ്റുള്ളവരുടെ കുറവ് കണ്ടാൽ അത് മൂടി കുഴിച്ചിടുന്നതിന് പകരം വിളിച്ചു പറയുന്ന സ്വഭാവം ഞങ്ങൾക്കുണ്ടാകരുതേ. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നന്മയുടെ നാവായിട്ട്, വിശുദ്ധിയുടെ നാവായിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ നാവായിട്ട്, സ്വർണ്ണ നാവായിട്ട്, വെള്ളി നാവായിട്ട്, ശിഷ്യന്മാരുടെ നാവായിട്ട്, ഞങ്ങളുടെ കൃപയുടെ നാവാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയുമ്പം അവരുടെ വിചാരം അവർ ദൈവത്തെ പോലെയാണെന്ന്. നാവ് ശരിയായിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ നന്മയെക്കാട്ടി കൂടുതൽ വിനയാണ് വരുത്തുന്നത്. അതൊരു നരകതുല്യമായ കാട്ടുതീ ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത് കർത്താവേ. അങ്ങനെ ചെയ്യാൻ ഞങ്ങളുടെ നാവിനെ ഒരിക്കലും വിടരുത്. കടിഞ്ഞാണിട്ടാട്ട് കർത്താവേ, ആദരദ്വാരത്തെ നിൻ്റെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥൻ്റെ മുമ്പിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. ഈ പഴയ നാവ്, മാനുഷിക നാവ്, ജഡീക നാവ് എടുത്തു കളഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ പുലർന്ന നാവിനെ കൊണ്ട് നിറയ്ക്കണമേ. സത്യത്തിൻ്റെ ആത്മാവിൽ ജീവിക്കാൻ ഞങ്ങൾ തലമുറകളെയും പഠിപ്പിച്ചാട്ടെ. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.